നമസ്കാരം. ഞാൻ തോമസ് കളത്തിപ്പറമ്പിൽ. ഞാനൊരു കഥ പറയട്ടെ. ഈ കഥയുടെ പ്രത്യേകത, നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളറിയാതെ തന്നെ ചില സാഹചര്യം നമ്മൾ വില്ലന്മാരാക്കി മാറ്റും. അതുപോലെ ഞാനറിയാതെ ഞാൻ വില്ലനായ ഒരു സംഭവമുണ്ട്. ഇത് ഞാൻ അറിഞ്ഞത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. ഞാൻ ആ കഥ ഒന്ന് പറയാം. ഓക്കെ, ഒന്ന് കേൾക്കണേ. ഞാൻ പഠിച്ചിരുന്നത് എറണാകുളം സെയിൻറ്റ് അഗസ്റ്റിൻ സ്കൂളിലാണ് കേട്ടാ. അപ്പോൾ അവിടുത്തെ ഒരു ഞങ്ങളുടെയൊക്കെ മലയാളം പഠിപ്പിച്ചിരുന്നൊരു സാറുണ്ട്, ജോൺ സാർ എന്നൊരു പേരിട്ട. ഞങ്ങളെ സാറിന് അന്നത്തെ കാലങ്ങളിൽ ഈ സാറുമാർക്കൊക്കെ ഒരു ഇരട്ട പേരുണ്ടാവുമായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പളുങ്ക് എന്നാണ് കേട്ടാ. അപ്പോൾ സാറിൻ്റെ പ്രത്യേകത, സാറിന് എന്തോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആള് കാണാൻ നല്ല ചുള്ളനായിരുന്നു, എന്ന് വെച്ചാൽ കാണാൻ നല്ല പളുങ്കായിരുന്നു, നല്ല മസിൽമാൻ. പിന്നെ വന്നത് എൻഫീൽഡ് ബുള്ളറ്റിനാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാറായിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാനിതുപോലെ തന്നെ രാവിലെ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞിട്ട്, അപ്പോൾ വരുമ്പോൾ സാറ് ഇങ്ങനെ പുറകെ ബുള്ളറ്റിന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മതിയെ പളുങ്ക് വന്നിടാന്നും പറഞ്ഞിട്ട് ഞാനിങ്ങനെ അത്യാവശ്യം ഒച്ച ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത് പറഞ്ഞ് ഞാൻ നേരെ ക്ലാസ്സിലേക്ക് കയറിപ്പോയി കേട്ടാ. അപ്പോൾ ആ ഒരു രംഗം അന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു ഫ്ലാഷ് ബാക്ക് കേട്ടാ. അപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറയുമ്പോഴാണ് നമുക്ക് ഫ്ലാഷ് ബാക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ ഒരു 30 വർഷത്തിന് ശേഷം, 35 വർഷത്തിന് ശേഷം ഇതിന് പുതിയൊരു എന്താ പറയുക, ഒരു കഥയുണ്ടായി. അപ്പോൾ ആ കഥ ഞാൻ നിങ്ങളോട് പറയാം കേട്ടാ. ഓക്കെ, ഈ സംഭവം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഞങ്ങൾ SSLC കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം കുറച്ച് സുഹൃത്തുക്കൾ ഒത്തുകൂടിയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ്റെ പേര് വിജേഷ് എന്നാണ്. അവൻ താമസിക്കുന്നത് എറണാകുളത്ത് തന്നെ തമ്മനത്താണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒത്തുകൂടിയിരുന്നപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞ്, എടാ നീ എനിക്കിട്ട് പണ്ട് ഒരു വലിയ പണി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് അപ്സെറ്റായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, വിജേഷേ, ഞാനൊരിക്കലും അങ്ങനെ ആർക്കും അറിഞ്ഞുകൊണ്ടൊരു പണി ഞാൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു കൊടുക്കുന്ന ക്യാരക്ടർ അല്ല എൻ്റേത്. അപ്പോൾ അവൻ പറഞ്ഞു, അതൊന്നുമല്ല, നീ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കിട്ട് വലിയൊരു പണി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ചോദിച്ച്, എടാ ഞാൻ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നിനക്ക് പണി തന്നെ, നീ ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞേ, നീ ഒരു ദിവസം രാവിലെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നീ നമ്മുടെ മലയാളം സാറിനെ പളുങ്കെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നീ സ്കൂളിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ ഈ സമയത്ത് അവന് സ്കൂളിൻ്റെ ഡോറിൽ നിന്ന് പുറത്തേക്ക് വന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പളുങ്കെന്ന് വിളിച്ച് അകത്തോട്ട് അങ്ങോട്ട് കയറിപ്പോയി. ഈ വിളി കേട്ട് സാറ് നോക്കുമ്പോൾ ഡോറിലൂടെ പുറത്തേക്ക് വരുന്ന വിജേഷിനെയാണ് കണ്ടത്. സാറ് വേഗം ബുള്ളറ്റ് അവിടെ നിർത്തി. എന്നിട്ട് വിജേഷിനെ ഇങ്ങനെ വിളിച്ച്, നീ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് വിളിച്ച് നേരെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി വിജേഷിനിട്ട് 5-6 പൊട്ടിക്കൽ, നല്ല ചൂരലിന് 5-6 പൊട്ടിക്കൽ കൊടുത്ത് ഇരട്ടപ്പേര് വിളിച്ച് കളിയാക്കിയെന്നും പറഞ്ഞിട്ട്. പാവം വിജേഷ് അവനൊരക്ഷരം മിണ്ടിയില്ല. വിളിച്ചത് അവനാണെന്ന് പറഞ്ഞില്ല, വിളിച്ചത് ഞാനാണെന്ന് പറഞ്ഞു. അവൻ എന്നെ തൊമ്മനാണ് വിളിക്കണേ കേട്ടോ. അവനെ പറയാമായിരുന്നു വേണമെങ്കിൽ, സാറേ ഞാനല്ല തൊമ്മനാണ് അത് പറഞ്ഞത്. പക്ഷെ അവനെ പറഞ്ഞില്ല. അവനെ മനസ്സിൽ വെച്ച് അവൻ എനിക്ക് വേണ്ടിയാന്ന് കുറേ അടി കൊണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ അതങ്ങനെ എന്നോട് തുറന്നു പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതുപോലെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. നമ്മ അറിയാതെ പറ്റിപ്പോകുന്ന ചില സാഹചര്യങ്ങളിൽ എന്താ പറയുക, നമ്മുടെ ചില വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് വിഷമം ഏറ്റുവാങ്ങിയ കുറച്ച് സുഹൃത്തുക്കൾ. അതിലൊരാളായിരുന്നു വിജേഷ് ഏട്ടാ. അപ്പോൾ ഞാൻ വിജേഷിനെ ഓർക്കണേണ്. ഇതുപോലെ കൊച്ചു നല്ല അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോഴേ നമ്മൾ പഴയ കാലങ്ങളിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ സാറിന് ഒരു ഇരട്ടപ്പേര് ഞാൻ വിളിച്ചപ്പോൾ അടി കൊണ്ടത് വിജേഷായിരുന്നു. അപ്പോൾ വിജേഷെ, അറിയാതെയാണ് പറ്റിപ്പോയത്, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കണേണ് കേട്ടാ. പക്ഷെ ഇത് നല്ല നല്ല ഓർമ്മകളാണ്. പക്ഷേ നീ ഒന്ന് അടി കൊണ്ടപ്പോൾ ഒത്തിരി വേദനിച്ചിട്ടുണ്ടാവും. അത് നിനക്ക് നല്ല ഓർമ്മയല്ലായിരിക്കും. അപ്പോൾ ഏതായാലും വിജേഷിനെ ഓർക്കണേണ്. പിന്നെ സാറൊന്നും ജീവിച്ചിരിപ്പില്ല. സാറൊക്കെ ഇന്നിപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ യാത്രയായിപ്പോയി. മലയാളം അധ്യാപകനായിരുന്നു ജോൺ സാറ് ഏട്ടാ. ഞങ്ങളുടെ NCCയിലും ആ സാറ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ജോൺ സാറിന് ആരും മറക്കൂല, കാരണം പുള്ളി അത്ര ചുള്ളനായിരുന്നു, പളുങ്കായിരുന്നു. ഓക്കെ.